ഓക്കെ കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പുറത്തുവിട്ട ഒരു വാർത്തയായിരുന്നു സഫീല എന്ന വീട്ടമ്മ നടത്തുന്ന ഒരു ഹോട്ടൽ, അതായത് പാത്തൂസ് കിച്ചൺ എന്ന ഹോട്ടലിന് നേരെ ഉണ്ടായ അതിക്രമം. ആ ഹോട്ടലിൻ്റെ ഉടമ തന്നെയായിരുന്നു ഒരു അതിക്രമം നടത്തിയിരുന്നത്. ആ ഒരു സഫീല എന്ന 3 വർഷമായിട്ട് അവിടെ അവർ റെൻറ്റിനെടുത്തിട്ട് വാടകയ്ക്കെടുത്ത് അവർ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഹോട്ടൽ ഉടമ വന്ന് ഇനി ഇവിടെ നടത്താൻ സമ്മതിക്കില്ല എന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ തന്നെ ആ ഒരു ഹോട്ടൽ അടച്ചുപൂട്ടാനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുകയും അതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ആ ഹോട്ടൽ ഉടമ. മാത്രമല്ല, ഈ ഒരു 5 വർഷത്തേക്ക് എന്ന് പറഞ്ഞ് ആ ഹോട്ടൽ കൊടുക്കുകയും അതിനുശേഷം 5 വർഷത്തിന് മുമ്പ് അറ്റകുറ്റപ്പണികൾ തന്നെ അവർ പൂർത്തിയാക്കി അവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം ചിലവാക്കി അറ്റകുറ്റപ്പണികൾ നടത്തി പിന്നീട് ആ ഹോട്ടലിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ചർച്ചകളും അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മലയാളി വാർത്ത പുറത്തുവിട്ട വാർത്തയിലൂടെ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ നമ്മൾ ആ ഒരു സ്ഥലത്ത് പോയ സമയത്തുണ്ടായ ചില പ്രശ്നങ്ങൾ നിങ്ങളെ ഞങ്ങൾ കാണിച്ചിരുന്നില്ല. മാധ്യമപ്രവർത്തകയായ എനിക്ക് നേരെയും എൻ്റെ കൂടെ വന്ന ക്യാമറ ചെയ്യാൻ വന്ന ഒരു ആൾക്ക് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണമാണ് അവിടെയുള്ള CPM ഗുണ്ടകൾ നടത്തിയത്. ആ ഒരു വീട്ടമ്മയെ അവിടെ നിന്ന് ആ ഒരു കടയിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചത് ആ CPM ഗുണ്ടകൾ തന്നെയായിരുന്നു. പല കാര്യങ്ങളും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോ വേണമെങ്കിൽ കാണാം. അവർ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ്: അത് ചില കരുതിക്കൂട്ടി അവർ ചെയ്യുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുമായി കൂട്ടിക്കലർത്തി അവരെ അവിടെ ആ കടയിൽ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിന് പിന്നിലുള്ള കാരണവും വീട്ടമ്മ പറയുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി കാണാം. ആ സമയത്ത് തന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞങ്ങൾക്കെതിരെ പാഞ്ഞെടുക്കുന്ന ഗുണ്ടകളെ, ഒരു CPM ഗുണ്ടകളെ നിങ്ങൾക്ക് കാണാം. അവർ ഞങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് അഴിച്ചുവിടാൻ നോക്കിയത്. അതുമാത്രമല്ല, മാധ്യമപ്രവർത്തകർക്ക് നേരെ, അതായത് ആ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ എന്നെ പോടി എന്നുള്ള രീതിയിലെല്ലാം അവർ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ആ വിഷ്വലിലേക്കൊക്കെ നമുക്കൊന്ന് പോകാം. മാത്രമല്ല, ആ വീട്ടമ്മ ഇപ്പോൾ അനുഭവിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ്. പോലീസ് ഈ കാര്യത്തിൽ വേണ്ട വിധത്തിലുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആദ്യം പോലീസ് പറഞ്ഞത് നിയമ നടപടിയുമായി, അതായത് കോടതി സമ്മതിച്ചു കഴിഞ്ഞാൽ, കോടതി നിങ്ങൾ ഹോട്ടൽ നടത്തിക്കോളൂ എന്ന് ഒരു സമ്മതം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഹോട്ടൽ നടത്താമെന്നാണ്. പക്ഷേ കോടതിയിൽ നിന്നും അത്തരത്തിൽ നിങ്ങൾ ഹോട്ടൽ നടത്തിക്കോളൂ എന്ന് കോടതി ഉത്തരവ് നൽകിയിട്ട് പോലും പോലീസ് അതിൽ നിന്നും തിരിഞ്ഞു നോക്കുന്നില്ല. പോലീസ് ഇപ്പോൾ ആ പ്രവർത്തകർക്ക്, CPM ഗുണ്ടകൾക്കും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകർക്കും കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. ആ വീട്ടമ്മ പറയുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒത്തുതീർപ്പ് അല്ലെങ്കിൽ ഒത്തുതീർപ്പ് വേണമെന്ന് തന്നെ പറയുന്നത്. കാരണം കോടതിയുടെ പുല്ലുവില കൽപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പോലീസ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. ഈ ഒരു വിഷയം ഉണ്ടായിട്ട് പോലും അവിടെ ഒരു മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ പോയാൽ പോലും അവിടെയുള്ളവർ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സാധാരണമായ പ്രവാസിയായ ഭർത്താവാണ് അവർക്കുള്ളത്. മാത്രമല്ല, വീട്ടിൽ 2 കുട്ടികളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെ ആ കുട്ടികളെ നോക്കി ജീവിക്കേണ്ട ആ സ്ത്രീ എങ്ങനെ ഈ ഒരു കേസും വഴക്കുമായി മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ചർച്ച കൂടി ഇവിടെ വഴിവെക്കേണ്ടതുണ്ട്. അവർക്ക് അറ്റകുറ്റപ്പണി നടത്തേണ്ട പണമെങ്കിലും തിരിച്ചു നൽകാനുള്ള ഒരു സന്നദ്ധ ആ ഒരു ഹോട്ടൽ ഉടമ നടത്തണമെന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉടനെ തന്നെ അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ വിനോദിനൊപ്പം സ്മയ വെങ്കടേഷ്.